മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ നിന്നും കേരള പ്രതിനിധിയെ നീക്കിക്കൊണ്ട് കേന്ദ്രത്തിന് തീരുമാനം. ടി.കെ. ശിവരാജനെയാണ് മാറ്റിയത്. പകരം UP സ്വദേശി ML ശർമ്മയെ നിയമിച്ചിരിക്കുന്നു. ടി.കെ. ശിവരാജൻ വ്യക്തിപരമായ കാരണങ്ങളാൽ വിട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം രൂപീകരിച്ചതാണ് സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ പരിശോധനാ സമിതിയിൽ നിന്നും കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കുക എന്നത് കേരളത്തിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. ടി.കെ. ശിവരാജൻ സ്വയം മാറിയതോ അതോ മാറ്റിയതോ? സ്മൃതി, ഈ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ മാറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ കാര്യങ്ങൾ ആര് ഈ സമിതിയിൽ കൃത്യമായി തന്നെ അവതരിപ്പിക്കും എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. IIT റൂർക്കിയിൽ നിന്ന് പ്രൊഫസറായിട്ടുള്ള ML ശർമ്മയാണ് ഇപ്പോൾ ഇതിൽ പുതുതായി നിയമിച്ചിരിക്കുന്ന അംഗം. പ്രധാനമായും ടി.കെ. ശിവരാജന്റെ കാര്യത്തിൽ പറയുന്നത് അദ്ദേഹം വ്യക്തിപരമായ കാരണങ്ങളാൽ കഴിഞ്ഞ കുറെ നാളെ വിട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനവുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും കേന്ദ്രം ഏകപക്ഷീയമായാണ് തീരുമാനം എടുത്തത് എന്ന കാര്യത്തിലും ഒരു വ്യക്തക്കുറവ് എന്താണെങ്കിലും ഉണ്ട്. നിലവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചത്. കാരണം ഡാമിന്റെ സുരക്ഷ, അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കകൾ അകറ്റിയ ഒപ്പം തമിഴ്നാട് കൃത്യമായി തന്നെ വെള്ളം ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യം പരിഗണിക്കുന്നതൊക്കെയായിരുന്നു ഈ വിദഗ്ധ സമിതി കൊണ്ട് അന്ന് ലക്ഷ്യം വെച്ചത്. അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിജയ് അവിടെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വരുന്ന സമയമാണ്. ആ സമയത്താണ് ഏതാണെങ്കിലും കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം ഏകപക്ഷീയമായാണ് തീരുമാനം എടുത്തതെന്ന് മാത്രമാണ് ഇനിയിപ്പോൾ അറിയേണ്ടതുള്ളത്. സംസ്ഥാന സർക്കാരുമായി എന്തെങ്കിലും കൂടിയാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് വ്യക്തമാകാനുമുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രതിനിധിയായി ടി.കെ. ശിവരാജൻ ഉള്ളപ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ താല്പര്യം കൃത്യമായി തന്നെ ആ വിദഗ്ധ സമിതിയിൽ അറിയിക്കുവാനും അതിന് പ്രാതിനിധ്യം ഉറപ്പാക്കാനും കഴിയുമായിരുന്നു. കേരളത്തിന് പുറത്തുനിന്ന് പ്രത്യേകിച്ച് UP-യിൽ നിന്നൊരാൾ ആ പദവിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒന്നാമത് ഈ പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ഘടന, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുടരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. ആ ധാരണ ഈ പറഞ്ഞ ML ശർമ്മയ്ക്ക് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ സംശയമായി തന്നെ ചിലർ കേരള പ്രതിനിധിയെ നീക്കി എന്നുള്ളത് കേരളത്തിന് വലിയ തിരിച്ചടി തന്നെയാണ്. നോബൽ മാരിക്കാരനാണ് ആശങ്കപ്പെടുത്തുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.